കാപ്പ കേസിൽ തടവിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം വിയൂർ ജയിലിൽ നടക്കും. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതോടെയാണ് കൌൺസിലർമാർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇതാദ്യമായാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതോടെ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന് ബിജെപിയുടെ ആശങ്ക ഒഴിയുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് രാവിലെ 11 മണിക്ക് തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് വാഴോട്ടോണം കൗൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞ നടത്തണമെന്നാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ലീഗൽ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ജയിലിൽ അവരിപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. സൂപ്രണ്ടുമായി സംസാരിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം 11 മണിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇതോടുകൂടി ഡോക്യുമെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടി നടപടി കൊടുക്കുകയാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ, ഈ ടേമിൽ ആരും അയോഗ്യരാവാൻ പോകുന്നില്ല. അയോഗ്യരാകുന്ന സാഹചര്യം ഉണ്ടാകാതെ മേയർ എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കും. ഭരണസമിതി എല്ലാവരെയും പരസ്പരം സംരക്ഷിച്ചതിന് മുന്നോട്ട് പോകും. പ്രതിപക്ഷം അവർ തോറ്റു എന്ന് മാനസികമായിട്ട് അംഗീകരിക്കാൻ തയ്യാറായ അവരുടെ പ്രശ്നമൊക്കെ കഴിയും. അർജുൻ മട്ടന്നൂരും ഷാബാസ് അഹമ്മദും നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. അർജുൻ, ജയിൽ ഒരുങ്ങുകയാണ്. അതൊരു സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയാണ്. ചരിത്രത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൗൺസിലർ അങ്ങനെ ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനൊരുങ്ങുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരിടത്ത് ഒരുപക്ഷെ എല്ലാവർക്കും കൗതുകമായിരിക്കും, അല്ലേ? തീർച്ചയായും അതോ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇന്ന് 11 മണിക്ക് വിയൂർ സെൻട്രൽ ജയിലിലെ ലൈബ്രറി ഹാളിൽ വെച്ചാണ് ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കർശന പരിശോധനകൾക്ക് ശേഷമാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. അതിനുശേഷം ഏതാണ്ട് 10:30 ശേഷം തന്നെ മേയർ വി രാജേഷ് അടക്കമുള്ളവർ ജയിലിനുള്ളിലേക്ക് എത്തും. അവിടെ ജയിൽ അധികൃതരുമായി അവർ സംസാരിക്കും. അതിനുശേഷം 11 മണിക്ക് ചടങ്ങുകൾ നടക്കും. ഏതാണ്ട് 15 മിനിറ്റാണ് ഈ സമയത്തിന് വേണ്ടി ഇപ്പോൾ ജയിൽ അധികൃതർ മാറ്റിവെച്ചിരിക്കുന്നത്. 11:15 ഈ ചടങ്ങ് പൂർണ്ണമായും പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വലിയ ആശയക്കുഴപ്പത്തിനൊടുവിലാണ് ഇന്നലെ ഹൈക്കോടതി ഇത്തരത്തിൽ ജയിലിനുള്ളിൽ വെച്ച് തന്നെ ആർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാം എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. സംസ്ഥാന സർക്കാർ അതിനു വേണ്ട കാര്യങ്ങൾ, അതിനുവേണ്ട സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്താമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അസാധാരണമായ സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കാപ്പ കേസിൽ ഒരു ജനപ്രതിനിധി ഉൾപ്പെടുന്നു. അത്തരത്തിൽ അയാൾ തടങ്കലിലേക്ക് പോകുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ നേരത്തെ ചെയ്ത സത്യപ്രതിജ്ഞ ശരിയല്ല, അത് വീണ്ടും ചെയ്യണം എന്ന കോടതി മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അങ്ങനെ 20 അംഗങ്ങളോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. 19 പേർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ ജയിലിലുള്ള ആർ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ആദ്യം കാപ്പ ബോർഡിനെ അവർ സമീപിക്കുന്നത്. പക്ഷേ ഈ കാപ്പ മാറ്റാൻ കഴിയില്ല, അതിൽ ഇളവ് നൽകാൻ കഴിയില്ല എന്ന് കാപ്പ ബോർഡ് തീരുമാനിക്കുന്നു. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാരും അതേ നിലപാട് സ്വീകരിക്കുന്നു. ഒരു ദിവസമെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഇളവ് നൽകണമെന്നതായിരുന്നു സുഗതന്റെ ആവശ്യം. പക്ഷേ അതിനുശേഷമാണ് പരിമിതമായ ചടങ്ങുകളിലാണ് പുനഃപ്രതിജ്ഞ. തീർച്ചയായും അതോ മേയറായിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മേയർക്കും ചില ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. അതോടൊപ്പം തന്നെ ഇതൊരു ജനാധിപത്യത്തിന്റെ അപൂർവമായ ഒരു സാഹചര്യമാണ്. ഇത് ജനങ്ങൾ കാണണം എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. അങ്ങനെയാണ് മാധ്യമങ്ങളെ കൂടി പ്രവേശിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതി തീരുമാനിക്കുകയും ചെയ്തത്. അത്തരത്തിൽ അപൂർവമായ ഒരു കാഴ്ചക്കാണ് ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയില് സാക്ഷിയാകാൻ പോകുന്നത്. BJP സംബന്ധിച്ചും ഇത് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഒരംഗത്തിന്റെ ഭൂരിപക്ഷം മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളത്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ അയോഗ്യത വന്നാൽ അത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കും. ഒരുപക്ഷെ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അടക്കം പോകാൻ ഇടയുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ജയിലുള്ളിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന് പറയുന്നത്. പക്ഷേ പൂർണ്ണമായും ആശ്വസിക്കാൻ പറ്റും എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി വിട്ടുനിന്നാൽ സ്വാഭാവികമായും അയോഗ്യത വരും. അതുകൊണ്ട് തന്നെ ആ ഒരു സാങ്കേതിക പ്രശ്നം കൂടി മറികടക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്. ഡിവിഷൻ ബെഞ്ചിനെ അടക്കം സമീപിച്ചുകൊണ്ട് ഇളവ് നേടാനാണ് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കൗൺസിൽ യോഗങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. 3ാമത്തെ കൗൺസിൽ യോഗം എപ്പോഴാണ് ഇന്ന് നിശ്ചയിച്ചിട്ടില്ല. സ്വാഭാവികമായും 3 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുക്കാതിരുന്നാൽ അതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. എന്തായാലും ഇത് ഇത്തരത്തിൽ ഏറ്റവും നാണം കെട്ട ഒരു സാഹചര്യമാണ് എന്നതാണ് UDF-ഉം LDF-ഉം അടക്കമുള്ള പറയുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അപൂർവമായ സാഹചര്യമാണ്. പക്ഷെ അത് BJPക്ക് എങ്ങനെയാണ് ആശ്വാസകരമാകുന്നത് എന്നതാണ് അതിലെ കൗതുകം. കാരണം ഈ സത്യപ്രതിജ്ഞ നടക്കേണ്ടത് BJPക്ക് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവരുടെ വലിയ അഭിമാനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത്. ആ അഭിമാനത്തിന് മുകളിലുണ്ടായ അമിത ആത്മവിശ്വാസമാണ് ഈ സത്യപ്രതിജ്ഞയിൽ നിഴലിക്കുകയും ചെയ്തത്. അതാണ് 8ന്റെ പണിയായി കിട്ടിയത്.